ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് 20 കോഴിമുട്ട വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബജി റെസിപ്പിയാണ്. അത് ഞാനല്ല തയ്യാറാക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കടവനാടുള്ള കുടുംബശ്രീ അംഗമായ രേണുക ചേച്ചിയാണ്. 20 കോഴിമുട്ട വെച്ചിട്ടാണ് അവർ ബജി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കടലമാവ് 1 പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ബജിക്കൊരു മൊരിച്ചലും ക്രിസ്പിനെസ്സൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാക്കറ്റ് കാശ്മീരി ചില്ലി പൗഡർ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ആ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന് MES ഹയർ സെക്കൻഡറിയും സ്കൂളും ഉള്ള പൊന്നാനി നമ്മുടെ ഹൈസ്കൂളിലെ യുവജനോത്സവമായിരുന്നു. അവിടെ ഫുഡിൻ്റെ ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെയുണ്ട് കേട്ടോ. കുട്ടികൾക്കായി അവർ ഒരുക്കിയിട്ടുണ്ട്. അതിലാണ് നമ്മുടെ മുട്ട ബജിയും പഴംപൊരിയും പരിപ്പ് വടയും ഉഴുന്നുവടയും എല്ലാ ഐറ്റംസുകളും ഒക്കെയുണ്ട്. തയ്യാറാക്കിയിരിക്കുന്നത് കുടുംബശ്രീ അംഗമായ രേണുക ചേച്ചി കടവനാട്. ഇതാണ് കേട്ടോ ആ ചേച്ചി കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ കടലമാവ് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ ചേച്ചി ഇത് കുഴച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ചേച്ചി മുട്ടയെല്ലാം ആദ്യം തന്നെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം നടുഭാഗം മുറിച്ച് വെക്കുകയാണ്. എല്ലാ കോഴിമുട്ടയുടെയും തൊണ്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ച് 2ആയിട്ട് വെച്ചതിന് ശേഷം കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നു കേട്ടോ. നമ്മുടെ ഈ സ്കൂളിൽ ഇന്നത്തെ ഈ ഒരു പരിപാടി വളരെ ഉഷാറായി തന്നെ നടന്നു. നമ്മുടെ പൊരിക്കാൻ ആവശ്യമായ ഓയിലാണ് കേട്ടത്. പരിപ്പുവട പൊരിച്ച ബാലൻസ് എണ്ണയിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മുട്ട ബജി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ആയിട്ടുണ്ട്. അത് ഇവിടെ നന്നായി ചൂടായതിന് ശേഷമാണ് ഓരോ കോഴിമുട്ടയും മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. വളരെ രുചികരമായ ഒരു മുട്ട ബജി ആയിരുന്നു. അതുപോലെ തന്നെ പഴംപൊരിയും ഉഴുന്നുവടയും എല്ലാം തന്നെ ചിലവായിട്ടോ. മുട്ട ബജിയുടെ ഒരു ഭാഗം ഇതുപോലെ ഗോൾഡൻ നിറമാവുമ്പോൾ മറ്റു ഭാഗത്തേക്ക് മറിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തുട്ടോ. വളരെ രുചികരമായ ഒരു മുട്ട ബജി എന്ന് തന്നെ പറയാം. വളരെ സിമ്പിളായിട്ട് അധികം ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട ബജിയായിരുന്നു. ഉഴുന്നുവടയും പഴംപൊരിയും എല്ലാം അങ്ങനെ തന്നെയാണ്. കുടുംബശ്രീ അംഗമായ ഈ ചേച്ചി യാണ് തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ ഒരുപാട് വന്ന് വാങ്ങിക്കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടവുമായിട്ടുണ്ട്. ഇവരുടെ ഉൽപ്പന്നമായ അച്ചാറുകളും സാമ്പാർ പൊടിയും അങ്ങനെ നല്ല ഗരം മസാല കൂട്ടുകളും എല്ലാം തന്നെ ഇവിടെ ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങുന്നുമുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് കണ്ടില്ലേ, വളരെ രുചികരമായ ഒരു മുട്ട ബജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.